ഇത് സെൻ എസ്റ്റിലോ VX ആണ് 2007. നമ്മളത് 3 വർഷത്തേക്ക് പേപ്പർ കിടപ്പുണ്ട്. 2004 ആൾട്ടോയാണ്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ. ഇത് സെക്കൻഡ് ഓണർ. ഇത് 2012 ഓൾട്ടോ LX ആണ്. കിലോമീറ്റർ 80 റേഞ്ച്. അടുത്ത് വരുന്നത് 2013 സെൻ എസ്റ്റിലോ LX ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ വരും. ഇത് 2001 800 5 സ്പീഡാണ് സ്റ്റാൻഡേർഡ്. ഇത് നമുക്ക് ഡീസലാണ്. 2009 അല്ലേ? 2009 VDA ആണ്. ഇത് 2006 800 ആണ് സ്റ്റാൻഡേർഡ്. ഇത് 2006 സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിലാണ് കേട്ടോ. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ട്രൂ വാലിയുടെ വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. ട്രൂ വാലി ഫാൻസാണ് തോന്നി. പിന്നെ അതേപോലെ തന്നെ ഒരു വലിയ മേള വരുന്നുണ്ട്. ഈ വരുന്ന ആഴ്ചയിൽ ഒരു മേള വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടിയുള്ള വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്യമത്തിലാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു മേള വന്ന് വിലയിൽ അത്യാവശ്യം നല്ല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ഓഫറും കാര്യമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി അഭിലാഷ് എക്സിക്യൂട്ടീവ് ആണല്ലേ? ചേട്ടാ, ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞേ. നമ്മൾ കൊട്ടാരക്കര ലോവർ കരിക്കും റിലയൻസ് പമ്പിന് ഓപ്പോസിറ്റായിട്ട് വരും. നമ്മളിപ്പം പ്രധാനമായിട്ട് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞത് അടുത്ത് തന്നെ ഒരു മേള വരുന്നുണ്ട്. നമ്മളിപ്പം ഈ മാസം ജൂലൈ 9, 10, 11, 12 തീയതികളിൽ ഇവിടെ ഒരു മേള നടത്തുന്നുണ്ട്. നമുക്ക് ഓഫറായിട്ട് നമുക്ക് ബൈക്ക് എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്. ബൈക്ക് കൊണ്ടുവന്നാലും കാർ എടുത്തുകൊണ്ട് പോകാം. എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളായിരിക്കും അങ്ങോട്ട് മേള തുടങ്ങുന്നത്? ഇപ്പോൾ നമുക്ക് 800 കിടക്കുന്ന 800 വരുമ്പോഴത്തേക്ക് നമുക്കൊരു 45-50 രൂപ തൊട്ട് മേലോട്ടുള്ള വണ്ടികളുണ്ട്. അപ്പം മേള ഇവിടെ തന്നെ ആയിരിക്കും? മേള ഇവിടെ തന്നെയാണ്. അപ്പോൾ കൊട്ടാരക്കര ഷോറൂമിൽ തന്നെ വെച്ചാണ് മേള നടത്തുന്നത്. അപ്പം 9, 10, 11, 12, 13 അത്രയും ദിവസം. ഓക്കെ, 5 ദിവസത്തെ മേളയാണ്. ചെറിയ വണ്ടികൾ മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക് കാറ് വേണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ സമയം ഉപയോഗപ്പെടുത്തുക അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികൾ മേളയ്ക്ക് വരുന്ന വണ്ടികളിലേക്ക് കിടക്കുന്ന വണ്ടികളാണ്. മേളയ്ക്കുള്ള അപ്പോൾ നമുക്ക് ആ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എടുത്തിട്ട് വരാം. ഇത് 2001 800 5 സ്പീഡാണ് സ്റ്റാൻഡേർഡ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 55 റേഞ്ച് വരുന്നതാണ്. 55 പ്രൈസിനകത്തെല്ലാം ചെറിയ വ്യത്യാസം വരും, കുറവ് വരും. ഈ ചോദിക്കുന്ന വിലയിൽ നിന്നൊക്കെ വ്യത്യാസം വരുത്തിയല്ലേ നമ്മൾ ഈ മേളക്കായാലും കൊടുക്കുന്നത്? വ്യത്യാസം വരും. 55 രൂപ ഇപ്പം നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നതാണ്. നമ്മൾ ഇട്ടേക്കുന്നതാണ്. ഓക്കെ. 5 സ്പീഡാണത്. കിലോമീറ്റർ ഒക്കെ എന്തോടിന്ന് പറയാണോ? ജെനുവൻ കിലോമീറ്റർ ആയിരിക്കും ഇതിൻ്റെയൊക്കെ? 800 ഒക്കെ 41 ഇതിനകത്ത് കിടക്കുന്നത്. ഇപ്പോൾ 41 റേഞ്ച് കിലോമീറ്റർ കിടക്കുന്നത്. അപ്പം 1 ലക്ഷം കഴിഞ്ഞാണ് അല്ലേ? 143 ആയിരിക്കും. 2001 മോഡലല്ലേ? അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അതിനകത്ത് ഒന്നുമില്ല. ഇത് 2005 800 ആണ്. MB5 AC ആണ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 55 രൂപ റേഞ്ച് വരുന്നതാണത്. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർ അല്ല. എത്രാമത്തെ ഓണറാണ്? ഓണർഷിപ്പ് നോക്കണം. സെക്കൻഡ്, തേർഡ്, ആ റേഞ്ച് വരും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വല്ലതും ഉണ്ടോ? മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ ഒന്നും കിലോമീറ്റർ നമ്മൾ നോക്കിയാലും ഒറിജിനൽ ആയിരിക്കണം എന്നില്ലല്ലോ. ടയർ അതൊക്കെ കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇനി എത്രയാണുണ്ട്? 2005 ആകുമ്പോഴത്തേക്ക് ഇനി ഒരു 2 വർഷത്തെ പേപ്പർ. 2 വർഷം കൂടി ഉണ്ട്. ഇത് 2006 800 ആണ് സ്റ്റാൻഡേർഡ്. നമുക്ക് അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടേക്കാണ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 65 റേഞ്ച് വരുന്നതാണ്. ഈ കിടക്കുന്ന കണ്ടീഷൻ ഇതിപ്പോൾ ഇനിയും ടെസ്റ്റ് ഇനി 2.5 വർഷത്തോളം പേപ്പർ കിടപ്പുണ്ട്. ടയറൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത്. ചോദ്യം എത്ര? 65 ആണ് പ്രൈസ്. 65. നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ? ഇതിൽ ചെറിയ വ്യത്യാസം വരുന്നത്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇല്ല. 800 ആയതുകൊണ്ട് തന്നെ കിലോമീറ്റർ വലിയ പ്രാധാന്യത്തോടെ ചോദിക്കുന്നില്ല. അത് ഒന്ന് കഴിഞ്ഞാണ് എന്തായാലും. 2010 800 ആണ്. AC ആണോ? സ്റ്റാൻഡേർഡാണ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 85 രൂപ റേഞ്ച് വരും. 85. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ഓണർ. ടയറൊക്കെ കൊള്ളാം, നല്ല ടയർസാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എത്ര ചോദ്യം? 85 രൂപയാണ്. 85. ഇത് 2010 AC ആണ്. AC വർക്കിംഗ് ആണ്. ഇതും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കാണ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് ഇത് 1 രൂപ റേഞ്ച് വരുന്നത്. 1 രൂപ തികച്ചുണ്ടോ? അതിനകത്ത് 1 രൂപ പ്രൈസ് ഇട്ടേക്കുന്നത്. ചെറിയ വ്യത്യാസം വരും. AC ഒക്കെ വർക്കിംഗ് ആണത്. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെറിയ വ്യത്യാസം വരുന്നത്. വിലയില്ലേ? പ്രൈസിനകത്ത് ചെറിയ വ്യത്യാസം വരും.
ടയറൊക്കെ ആവറേജ്, ബാക്ക് ടയർ ആവറേജ്, കുറെ കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, എത്ര ചോദ്യം? 1 രൂപ. ഒരു തികച്ച് വേണം. ചെറിയ വ്യത്യാസം വരുന്നതല്ല, നമ്മൾ പ്രൈസ് ചെറിയ വ്യത്യാസം വരും. ഇത് 2006 ആണ്. എത്ര ചോദ്യം? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 75. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ഈ കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കും ഇതിൻ്റെയൊക്കെ പറഞ്ഞാൽ? 800 ഒക്കെ നമുക്ക് കിലോമീറ്റർ ജെന്യൂൻ പറയാൻ സാധ്യതയില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. 75 അല്ലേ? ഓൾട്ടോ. ഇത് ഓൾട്ടോ 800 LXi 2019 ആണ്. ഇത് കിലോമീറ്റർ എത്ര? ഇത് കിലോമീറ്റർ 45 റേഞ്ച് വരുന്നത്. 45 ഓടി. സിംഗിൾ ഓണാണോ? സിംഗിൾ ഓൺ വണ്ടിയാണ്. ഇതിന് നമ്മൾ 6 മാസം എഞ്ചിൻ, ഗിയർ ബോക്സ്, ആക്സിൽ സ്റ്റഡ് എല്ലാം വാറണ്ടി വരും. 3 ഫ്രീ സർവീസ് വരും. ഫ്രീ സർവീസ് ഒക്കെ ഉള്ള വണ്ടി? അതെ. വാഷിംഗ്, ക്ലീനിങ്, പോളിഷിങ് എല്ലാം കാര്യങ്ങളും ചെയ്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവറിൻ്റെ എയർ ബാഗ് ഒരെണ്ണം വരും, ABS വരും. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 3.25 റേഞ്ച് വരുന്നത്. 3.25. ആൾട്ടോ 800 ആണിത്. സിംഗിൾ നമുക്ക് ഇതും വാറണ്ടി കാര്യങ്ങൾ വരുന്നത് 1 ഇയർ വാറണ്ടി വരുന്നതാണിത്. ഇതാകുമ്പോൾ 1 ഇയർ വാറണ്ടി വരും 2021 ആകുമ്പോഴത്തേക്ക്. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓൺ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 45 റേഞ്ച് വരുന്നത്. 45. ടയറൊക്കെ 45 ഓടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഫ്രണ്ട് കിടക്കുന്ന നല്ല ടയർ കിടക്കുന്നു, പുതിയ ടയർ കിടക്കുന്നു. ഫ്രണ്ട് പുതിയ ടയറാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 370. 370. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ബോണറ്റ് റീപ്ലേസ്മെന്റ്. ബോണറ്റ് ഉണ്ട്. അഫ്രോണും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ 1 വർഷം വാറണ്ടി കൊടുക്കുന്നതിന്. എഞ്ചിൻ വാറണ്ടി ഉണ്ട്. ബോണറ്റ് മാത്രമേ പോയിട്ടുള്ളൂ? ബോണറ്റ് മാത്രമേ റീപ്ലേസ്. അല്ലാതെ ഇവിടെ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല? പേസ്റ്റിങ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ വല്ലം വന്ന് വീണ അങ്ങനെ അല്ലായിരിക്കും അല്ലേ? ഇത് 2004 ആൾട്ടോ ആണ്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ? ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 1 മേളിൽ ഓടിയാണോ? റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് മേജർ 98 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഉണ്ടോ ഏട്ടാ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. പിന്നെന്തിനാ അത് പോക്കണേ? റീപ്ലേസ് ഒന്നുമില്ല. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണല്ലേ? റീപ്ലേസ് റീപ്ലേസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് ജസ്റ്റ് അത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എത്ര ചോദ്യം? പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 65. ഇത് സെൻ എസ്റ്റിലോ VXi ആണ്. 2007. അപ്പോഴത്തേക്ക് 3 വർഷത്തേക്ക് പേപ്പർ കിടപ്പുണ്ട്. ഫസ്റ്റ് ഒരു വട്ടം കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞാൽ. VXi ആണ്. 4 ഡോർ പവറിൻ്റെ കാര്യങ്ങൾ വരുന്നതാണ്. സർവീസ് ഒക്കെ ചെയ്തിട്ടേക്കാണ്? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ, വാഷിംഗ്, ക്ലീനിങ്, പോളിഷിംഗ് ചെയ്ത് തരും. വണ്ടി തന്നെ വൃത്തിയായിട്ട് കിടക്കുന്നത്, അതാണ് ചോദിച്ചേ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1.15. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? പറഞ്ഞ നമ്മളുടെ പ്രൈസിനകത്തെല്ലാം ചെറിയ വ്യത്യാസം വരും. ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് ലോൺ സൗകര്യം കിടത്തില്ലേ? ലോൺ 2007 ആകുമ്പോൾ ലോൺ കിട്ടത്തില്ല. നമുക്ക് മിനിമം 2011 തൊട്ടൊക്കെ നമുക്ക് പേപ്പറൊക്കെ ഇനി എത്ര ആളുണ്ട്? ഇത് 3 വർഷത്തേക്ക് വരും. 2007 ആകുമ്പോഴത്തേക്ക് ഇനിയുണ്ട് 3 വർഷം. അടുത്ത് വരുന്നത് 2013 സെൻ എസ്റ്റിലോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിൻ്റെ വരും. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? മേജർ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 2.35. ഇതെങ്ങനെ ലോൺ സൗകര്യം കാര്യങ്ങൾ? ലോൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു 70% ലോൺ കിട്ടും നമുക്ക്. 70% കിട്ടും. ഓക്കെ, ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എത്ര വർഷം ലോൺ സൗകര്യം കാണും? നമുക്ക് 2013 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 3 വർഷം 3.5 വർഷത്തേക്ക് ലോൺ. ഇത് നമുക്ക് ഡീസലാണ്. 2009 അല്ലേ? 2009 VDI ആണ്. 1.25 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം 1.25 ഓടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. എത്ര 5 വർഷത്തേക്ക് പേപ്പറിലാണ് ഉണ്ട്. 5 വർഷം, ഇനി 5 വർഷത്തേക്ക് ചെയ്തേ ഉള്ളൂ നമ്മൾ. എത്ര ചോദ്യം? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 2.35. 2.35. ഇത് ലോൺ കിട്ടത്തില്ലല്ലോ? ലോൺ കിട്ടും. 2009 ആയതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ അലോയ്സൊക്കെ ചെയ്തിരിക്കുന്നത് കൊള്ളായിരുന്നു. അലോയ്സൊക്കെ വരുന്നൊരു വണ്ടിയാണ്. 2.35. അതെ. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യത്യാസമാണ്. അപ്പോൾ എന്തെങ്കിലും കൂടി കുറയും. പേപ്പറൊക്കെ ഇനി എത്ര ആൾ? 5 വർഷത്തേക്ക് പേപ്പർ വരും. ഇത് ആൾട്ടോ കേട്ടൺ 2012 ആണ്. VXi. ഇത് സിംഗിൾ ഓൺ വണ്ടിയാണ്. സിംഗിൾ. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഇല്ല. റീപ്ലേസ്മെന്റ് മേള പ്രമാണിച്ച് എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടേക്കല്ലേ? പിന്നെ മഴ പെയ്ത് ബോഡിയിൽ ഇച്ചിരി അഴുക്കുണ്ട്. നമ്മൾ പോളിഷ് ഡെലിവറി സമയത്ത് നമ്മൾ പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ടയറൊക്കെ ആവറേജ് ടയറുണ്ട്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 1.95 റേഞ്ച് വരും. 1.95. ഇത് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. 2012 ലോൺ കിട്ടും. എത്ര രൂപ ആദ്യം ഇടണം? അതിൻ്റെ ഒരു എന്തായാലും ഒരു 10-50 രൂപ റേഞ്ചൊക്കെ നമുക്ക് ബാക്കി 50 രൂപ ഇടണം അല്ലേ? അടുത്തത് കേട്ടൺ 2010 ആണിത്. LXi. ഇത് ലോ കിലോമീറ്റർ ആണ്. 60-നകത്തെ ഓടിയിട്ടുള്ളത്.
60-നകത്ത് ഓടിയിട്ടുള്ളൂ. മറ്റേത് എത്ര ഓടിയേ? അത് വരുമ്പോഴത്തേക്ക് 80 റേഞ്ച്. 80. ഇത് 60. ഇത് 60 റേഞ്ച്. ഇത് നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? സീറ്റുകളൊക്കെ ഇപ്പോൾ ചെയ്തേക്കാം നമ്മൾ. ഓക്കെ. പ്രൈസ് വരുമ്പോഴത്തേക്ക് 160 റേഞ്ച് വരും. 160. മറ്റേന് 190 അല്ലേ ആയിരുന്നു? 195. അത് രണ്ടും വർഷങ്ങൾ വ്യത്യാസം. 12ഉം ഇത് 10. ഓ അങ്ങനെ. ഓക്കെ. 10-ന് ലോൺ സൗകര്യം ഉണ്ടോ? ലോൺ ഇല്ല, 10 ലോൺ ചെയ്യാൻ പറ്റും. പക്ഷേ വർഷം കുറച്ചേ കിട്ടത്തുള്ളൂ. ലോൺ ചെയ്യാം. ഒരു വർഷം വല്ല കിട്ടത്തുള്ളൂ അല്ലേ? ഓക്കെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ്സ് ആയിട്ട്? റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2006 സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സെക്കൻഡ് ഓണർ. സെക്കൻഡ്. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നതാണ്. 4 ഡോറും പവർ അതെ അതെ. സാൻഡ്രോ സിംഗ് ഫുൾ ഓപ്ഷനാണ്. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 115. 115. ഇത് ലോൺ സൗകര്യം ഉണ്ടോ? 2006 ആയത്. 2006. ഓക്കെ. അപ്പോൾ പേപ്പർ കാര്യങ്ങളൊക്കെ? പേപ്പർ 2 വർഷത്തേക്ക് പേപ്പറുണ്ട്. ഇനി 2 വർഷം. 2 വർഷമുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് 2015 ഇയോണാണ്. ഓണർഷിപ്പ് കാര്യങ്ങളോ? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓൺ വണ്ടിയാണ്. സിംഗിൾ ഓൺ. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് മേജർ ആക്ഷൻ്റെ കാര്യങ്ങളല്ല. 75,000 കിലോമീറ്റർ. ഇത് വേരിയന്റ് ഏതാ? ഇത് ഡിലൈറ്റ് പ്ലസ്. ഡിലൈറ്റ് പ്ലസ് ആണ്. ടയറൊക്കെ കുഴപ്പമില്ല, ആവറേജ് ടയർ ഉണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 225. 225. ഇതിന് ലോൺ കിട്ടുമല്ലോ? ആ ലോൺ ചെയ്യാൻ പറ്റും. 2015 ലോൺ ചെയ്യാം. വേറെ ആക്സിഡന്റ് പരിപാടികളൊന്നുമില്ല? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 2012 ഓൾട്ടോ LX ആണ്. കിലോമീറ്റർ 80 റേഞ്ച്. 80 ഓടി. 80. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓൺ വണ്ടിയാണ്. സിംഗിള്. വേറെ അപാകതകൾ വേറെ പ്രത്യേകിച്ച് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 185 വരും. 185. ടയറൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, നല്ല ടയേഴ്സ് ഉണ്ട്. 185. ഇത് ഏത് വർഷമായിരുന്നു? 2012 ആണ്. ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. ഇപ്പോൾ ഒരു 50 തന്നെ വേണമെന്നുണ്ടോ? ഈ 12, 13 വണ്ടിയൊക്കെ മാക്സിമം ഫിനാൻസ് സംസാരിച്ചോ. ഓരോ കസ്റ്റമർ പ്രൊഫൈലൊക്കെ അനുസരിച്ച് നമുക്ക് മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിബിൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരു 700 മേളിൽ വേണമെന്നല്ലേ പറഞ്ഞത്? സ്കോറല്ല അവർ നോക്കുന്നത്, സിബിലാണ് നോക്കുന്നത്. ഓ അങ്ങനെയാണ് നോക്കുന്നത്. നേരത്തെ എന്തെങ്കിലും ഫിനാൻസിൻ്റെ എന്തെങ്കിലും മുടക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളൂ. മുടക്കം ഉണ്ടായി കിട്ടത്തില്ല. നമുക്ക് ചില ഫിനാൻസ് ചെയ്യാൻ പാടാണ്. ഇത് 2012 വെൻഡോ, വോക്സ്വാഗൻ വെൻഡോ ആണ്. ഡീസലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒറ്റ ഓണറാണ്. 85,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടോപ്പ് വേരിയന്റ് ആണ്. ഇത് ഹൈലൈൻ. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 315 റേഞ്ച് വരും. 315. അതെ. വണ്ടി വൃത്തി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ബോണറ്റ് റീപ്ലേസ്മെന്റ് ഇല്ല. ബോണറ്റ് ഇടിച്ചിട്ടില്ല? എല്ലാം ഒന്നുമില്ല. ആക്സിഡന്റ് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പം വല്ല വന്ന് വീണായിരിക്കും. നിസാൻ മൈക്ര 2017 മോഡലാണ്. ബേസ് മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവറിൻ്റെ വരും. കിലോമീറ്റർ 50-നകത്ത് പോയിട്ടുള്ളൂ. ഓണർഷിപ്പോ? 2017 ആണ്. അല്ല, ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓൺ വണ്ടിയാണ്. സിംഗിൾ ആണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ നല്ല ടയർ ഉണ്ട്, കുഴപ്പമില്ല. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 385 വരും. 385. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് സ്വിഫ്റ്റ് ZX ആണ്. 2019 മോഡലാണ്. കിലോമീറ്റർ 64 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്നത്. 19 ആകുമ്പോഴത്തേക്ക് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും വരും. ടോപ്പറിന് തൊട്ട് താഴെയാണ്. അലോയ്സ് എല്ലാം ടോപ്പറിന് തൊട്ട് താഴെയുള്ള ZX പ്ലസ് ആണ് ടോപ്പിൻ്റെ വരുന്നത്. ഇത് ZX. അല്ല, അലോയ്സ് കൂടുതലാണ്. ഇത് കമ്പനി വരുന്നത് ഇൻബിൽട്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 6. ഇത് 2021 ഫ്രോൺസ് ആണ്. പുതിയ മാരുതിയുടെ ഫ്രോൺസ് ആണ്. പുത്തൻ വണ്ടിയാണ്. 2021 ബേസ് മോഡലാണ്. കിലോമീറ്റർ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രോൺസ് കിടക്കുന്ന ആദ്യമായിട്ട് കാണുക. 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറണ്ടി കിടപ്പുണ്ട്. അതുകൂടാതെ നമ്മുടെ 1 വർഷം വാറണ്ടി വരും. 7,000 ഓടിയ ടയർ. എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. ഇത് വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 8-10 റേഞ്ച് വരുന്നത്. ഇത് ഡിസയർ VX ആണ്. 2016. കിലോമീറ്റർ ഒക്കെ വരുമ്പോഴത്തേക്ക് 60 റേഞ്ച് വരുന്ന കിലോമീറ്റർ. 60 റേഞ്ച്. ഓണർഷിപ്പോ? ഏതോ സിംഗിൾ ഓണർ വണ്ടിയാണ്. VX ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 530 റേഞ്ച് വരും. 530? ടയറെല്ലാം നല്ല ടയർസാണ്. ടയർ പുതിയ ടയർ അടക്കുന്നത്. അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫിനാൻസ് കിട്ടുന്നതിനെല്ലാം 80% ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. 2023 സ്വിഫ്റ്റ് VXA ആണ്. കിലോമീറ്റർ 18,000 കിലോമീറ്റർ. 18 കിലോമീറ്റർ. ഈ വണ്ടികൾ പോകുന്നുണ്ടേ ചേട്ടൻ പറഞ്ഞ എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. 2023 സ്വിഫ്റ്റ് VXA ആണത്. സിംഗിൾ ഓണർ. അത്ര തന്നെ ഓടിയ ടയർ, ഫസ്റ്റ് ടയർ ഫസ്റ്റ് ടയർ തന്നെ 1 വർഷം വാറണ്ടി കാര്യങ്ങൾ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ബോണ്ട് റീപ്ലേസ്മെന്റ്. അപ്പം അതൊന്ന് ബോണ്ട് ഒന്ന് നോക്കി കാണിക്കാം. ആക്സിഡന്റ് ആയിട്ട് വന്നതാണോ? ബോണ്ട് റീപ്ലേസ് ഉണ്ട് ഇതിന്. ആപ്രോണും കാര്യങ്ങളൊക്കെ. ആപ്രോൺ കാര്യങ്ങളൊന്നും പൊട്ടിക്കില്ല. നമ്മളിതിന് വാറണ്ടി കൊടുക്കുന്നതാണ്. ആപ്രോണൊക്കെ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ കമ്പനി വാറണ്ടി കൊടുക്കത്തില്ല. വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇത് മാത്രം മാറിയിട്ടുണ്ടല്ലേ? ഇത് നമ്മൾ 1 വർഷം വാറണ്ടി വരും. പിന്നെ കമ്പനി വാറണ്ടി കിടപ്പുണ്ട്. 23 വണ്ടി ആകുമ്പോഴത്തേക്ക് 25 വരെ വാറണ്ടി കിടപ്പുണ്ട്. 25 അത് കഴിഞ്ഞിട്ട് നമ്മുടെ 1 വർഷം വാറണ്ടി വരും. അതായത് ട്രൂ വാല്യൂ കൊടുക്കുന്ന വാറണ്ടി 1 വർഷം വരും. അപ്പോൾ മൊത്തത്തിൽ 3 വർഷം വാറണ്ടി വരും. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 7,15. ഇത് ഡിസയർ 2018 VXA ആണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 33,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. 6 മാസം വാറണ്ടി ഇതിനുണ്ട്. 3 ഫ്രീ സർവീസ് വരും. ഇത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് വരുമ്പോഴത്തേക്ക് 6,20 വരും. 6,20. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 33 കിലോമീറ്റർ. ആ ഓടിയ ടയർ തന്നെയാണ്? ഫസ്റ്റ് ടയർ അടക്കം 33 കിലോമീറ്റർ ഓടിയ ടയർ. ഫസ്റ്റ് ടയർ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ഉണ്ടെങ്കിൽ ഇറങ്ങാം? 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാം. റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാം. 5 വർഷത്തെ കിലോമീറ്റർ സൗകര്യം കിട്ടും. 5 വർഷത്തെ കിലോമീറ്റർ കിട്ടും. ഈ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ വണ്ടിക്കും ചില ഫിനാൻസുകാർ നമുക്കിപ്പം 6 വർഷമൊക്കെ ചെയ്യുന്നുണ്ട്. 6 വർഷമോ 7 വർഷമൊക്കെ ചെയ്യുന്നുണ്ട്. മോഡൽ കൂടുന്നതനുസരിച്ച് നമുക്ക് വർഷം 21 മേലോട്ടൊക്കെ നമുക്ക് 5 വർഷത്തിന് മേലോട്ട് ചെയ്യുന്നുണ്ട്. 6 വർഷമോ 7 വർഷമൊക്കെ കിട്ടുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റ്. 2014 ZDA ആണ്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 84 കിലോമീറ്റർ, 84,000 കിലോമീറ്റർ. ഇതിൻ്റെ സീറ്റ് കവറും കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സീറ്റ് കവർ ഇപ്പോൾ രണ്ടാമത് ചെയ്തേക്കുന്ന ഒരു എന്നാലും ബക്കറ്റ് സീറ്റ് ചെയ്തേക്കുന്നത്. അതാ ഞാൻ നോക്കിയിട്ട് സാധാ വണ്ടിയുടെ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഫോമൊക്കെ ചെയ്തേക്കുന്നത്. ZD ആണ്. ടോപ്പ് എൻഡാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 4,95 വരും. 4,95. ഡീസൽ VDA. മൈലേജ് എന്താണ്? മൈലേജ് എന്തായാലും 18 മേലോട്ട് വരും. ഡീസലൊക്കെ വരുമ്പോഴത്തേക്ക് 18-20 റേഞ്ചിന് മേലോട്ട് വരും. ഇത് ബ്രസ VXA ആണ്. 2021 മോഡൽ. ഇതിനും 1 വർഷം വാറണ്ടി വരുന്നതാണ്. കിലോമീറ്റർ 67 റേഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. VXA ആണ്. പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. 1 വർഷം വാറണ്ടി വരും. ഇത് VXA എന്ന് പറയുമ്പോൾ ഇത് മിഡിലാണോ? സെക്കൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. ടോപ്പ് അല്ല, അതിന് താഴെ വരുന്നതാണ്. മിഡിലല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇലക്ട്രോണിക് മിറർ, പിന്നെ പുഷ് സ്റ്റാർട്ട് എല്ലാം വരുന്നതാണ് അതിനകത്ത്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 8.5. 8,45 റേഞ്ച് വരും. റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് 1 വർഷം വാറണ്ടി വരുന്നതാണ്. 2019 വാഗണർ VXA 1.2 ആണിത്. 1.2 എഞ്ചിനാണിത്. 2019 ആണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 35-നകത്ത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ വാറണ്ടി 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. ടയർ മാറിയതാണോ? ഇല്ല, ഫസ്റ്റ് ടയർ അടക്കുന്നത്. 33 കിലോമീറ്റർ ഓട്ടുള്ളൂ. ഫസ്റ്റ് ടയർ അടക്കുന്നത്. നല്ല ടയറാണ്. ഫസ്റ്റ് ടയർ അടക്കുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 4,95 വരും. 4,95. ഇത് ഇഗ്നിസ് 2021 ബേസ് മോഡലാണ്. ബേസ് മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിൻ്റെ വരും ബേസ് മോഡൽ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ. സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഇത് 2 എയർ ബാഗ് ഇല്ലേ? 2 എയർ ബാഗ് വരും. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 43,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് ടയർ അല്ലേ? ഫസ്റ്റ് ടയറാ. ടയറിന് തേയ്മാനമുണ്ട്. ഇതിന് നമ്മൾ 1 വർഷം വാറണ്ടി വരും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 5,45. 5,45. ഈ ടയർ മാറി കൊടുക്കൂ? ടയർ നമ്മൾ വണ്ടിയുടെ പ്രൈസ് എന്ത് ചെയ്താലും നമ്മൾ പ്രൈസിനകത്ത് വ്യത്യാസം വരും. അത് കസ്റ്റമർ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കും. 2017 വാഗണർ VXA ആണ്. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 3,85 വരും. 3,85. ഓണർഷിപ്പും സെക്കൻഡ് ഓണർ. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 90 കിലോമീറ്റർ ഓട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പുതിയ ടയർ നമ്മളിപ്പം ഫ്രണ്ട് 2 പുതിയ ടയർ മാറിയിട്ടേക്കുവാണ്. VXA ആണ്. ഇതിന് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഈ എയർ ബാഗ് VXA വരുന്നില്ല.
എത്ര ചോദ്യം? 3. ഇത് 385. 85. ഇത് 2016 വാഗണർ VXI ഓട്ടോമാറ്റിക്കാണ്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 70 റേഞ്ച്. 70 ഓടി. 70 റേഞ്ച്. അത് പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 435 റേഞ്ച് വരും. അപാകതകൾ കാര്യങ്ങൾ വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. ഓടി ടയർ തന്നെയാണല്ലേ? ഇത് സെക്കൻഡ് ടയറാണ് വരുന്നത്. 74 വരും സെക്കൻഡ് ടയറാണ് വരുന്നത്. അപ്പം 35 കഴിഞ്ഞ് മാറ്റിയിട്ട് പിന്നെ ഓടിയല്ലോ, അപ്പം ആ ഒരു ടയറാണ്. ഇത് 2021 എക്സ്പ്രസ് ഓട്ടോമാറ്റിക്കാണ്. VXI പ്ലസ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇത് സിംഗിൾ ഓൺ വണ്ടിയാണ്. ഈ ടോപ്പ് വേരിയന്റ് ആണോ? ഇത് VXI പ്ലസ് മിഡിൽ അല്ലേ? അല്ല, രണ്ട് വേരിയന്റ് വരുന്നില്ല. എക്സ്പ്രസ് 2 വേരിയന്റ്, VXIയും VXI പ്ലസ് വരുന്നത്. ഓക്കെ. ഇതിന് ടോപ്പ് എൻഡ് വേരിയന്റ്. ടയറൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 535. 535. ഇത് 2022 VXI പ്ലസ് ആണ്, മാനുവൽ. ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കുറച്ച് ഓടിയുള്ളെങ്കിൽ സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് നമ്മൾ 1 വർഷം വാറണ്ടി വരും. 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇതൊന്നും അപാകതകളൊന്നും ഇല്ല, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ടയറാണ്. 16 കിലോമീറ്റർ ഓടിയ ടയറാണ്. എത്ര ചോദ്യം? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 485. ഇത് 2016 LXI ബേസ് മോഡലാണ്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 75 റേഞ്ച് കിലോമീറ്റർ. ബേസ് ആണ്. 2016 ആണല്ലേ? 16 ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ് ആണ്ട് ഈ ഒരു ഡോർ റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഈ ഡോർ, ഡ്രൈവർ സൈഡ് ഡോർ മാത്രമേ ഉള്ളൂ. ടയർ ആവറേജ് ടയർ ആവറേജ് ടയർ കിടക്കുന്നത്. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 445 വരെ. 445. 2016 മോഡൽ. 2016. ഡോർ പോയതല്ലേ? ഡോർ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഇത് 2007 വാഗണർ LXI ആണ്. ഇത് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ്. ഇത് കിലോമീറ്റർ 170 റേഞ്ച് ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കഴിഞ്ഞ് അടുത്ത 1 ലക്ഷത്തി എത്താറായില്ലേ? ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്നത് ഇനി 2 വർഷത്തേക്ക് പേപ്പർ അടപ്പുണ്ട്. 2.5 വർഷത്തേക്ക് പേപ്പർ അടപ്പുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 115 റേഞ്ച് വരും. 115. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്. 1,70,000 ഓടിയില്ലാണ്. വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുമോ? പിന്നെ അത് പ്രൈസിനകത്ത് ചെറിയ വ്യത്യാസം വരും സാർ. ഇത് 2012 ഓൾട്ടോ LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്. കിലോമീറ്റർ 85 റേഞ്ചിനകത്ത്. 85. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 185 റേഞ്ച് വരും. 185. ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഫ്രണ്ട് 2 നല്ല ടയർ കിടക്കുന്നത്. ബാക്കിൽ ആവറേജ് ടയർ. ഇത് ലോൺ കിട്ടത്തില്ലല്ലോ? ലോൺ കിട്ടും. 2012 ആകുമ്പോൾ ലോൺ കിട്ടും. 3 വർഷത്തേക്ക് ലോൺ കിട്ടും. ഇത് 2020 ബ്രസ ZXI ആണ്. ടോപ്പ് എൻഡ് തൊട്ട് താഴെ വരുന്നത്. ഇത് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്നതാണ്. ഇതിന് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 65 റേഞ്ച് വരുന്നതാണ്. 65? അതെ. ഓണർഷിപ്പ് എങ്ങനെയാണ്? അത് സിംഗിൾ ഓൺ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. മാനുവലാണ്. ഇത് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. ടച്ച് അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അലോയ്സ് ടോപ്പ് എൻഡ് തൊട്ട് താഴെ ZXI ആണത്. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 870 വരും. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ 6 മാസം വാറണ്ടി കൊടുക്കും. 2020 ആയതുകൊണ്ട് 6 മാസം വാറണ്ടി. 21 ആയിരുന്നെങ്കിൽ 1 വർഷം വാറണ്ടി വന്നേനെ. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന മേളയിൽ വരുന്ന വണ്ടികളാണ് ഈ കിടക്കുന്ന മൊത്തം വണ്ടികളും. അപ്പം ഈ വണ്ടികളുടെ വിശേഷങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഈ വണ്ടികൾ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾ നോക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മേളയായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.